ഒരു ആലിയ കട്ട് ടോപ്പിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം ബോഡി പാർട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് തുണി 4 ആയി മടക്കിയിട്ടതിന് ശേഷം അടിഭാഗത്തായി നേരെ ഒരു ലൈൻ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബോഡി പാർട്ടിന്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. ഞാനിവിടെ ബോഡി പാർട്ടിന്റെ ലെങ്ത് 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള 1 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യണം. ഞാനിവിടെ ഷോൾഡർ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യണം. ഞാനിവിടെ ഒരു 5.5 കൈക്കുഴിയായിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 പ്ലസ് 1.5 ഇഞ്ചും കൂടെ ചേർത്ത് വണ്ണം മാർക്ക് ചെയ്തു. ഷേപ്പ് വണ്ണം അതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി കൈക്കുഴിയുടെ സെൻറ്റർ പോർഷനിൽ ഒരു മാർക്ക് കൊടുത്തു. അതിനെ ഞാൻ കർവ് വെച്ച് ഇതുപോലെ ജോയിൻ്റ് ചെയ്തു. ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് നല്ല പീസാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യണം. ഫ്രണ്ടിലെ കർവ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ താഴെ നിന്ന് ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തി. നമുക്ക് കർവിൻ്റെ ഷേപ്പ് അനുസരിച്ച് 5, 7 ഒക്കെ എടുക്കാം. പിന്നെ ഞാൻ അതിനെ ഒന്ന് കർവായിട്ട് ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ലൊരു കർവ് ഷേപ്പ് കിട്ടും. പിന്നെ നമുക്ക് താഴത്തേക്കുള്ള പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനും അടിയിലായിട്ട് ഒരു ലൈൻ നേരെ മാർക്ക് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് ബോഡി പാർട്ട് കഴിഞ്ഞിട്ടുള്ള ലെങ്ത്ത് അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് മാർക്ക് ചെയ്തു. ബോഡി പാർട്ടിലേക്ക് വേണ്ടി 6 ഇഞ്ച് കയറ്റി കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഇവിടെ കൂടുതലായിട്ട് എടുത്ത് 5 ഇഞ്ചും കൂടെ ചേർത്ത് മാർക്ക് ചെയ്യണം. താഴത്തെ പോർഷൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പോർഷനിലാണ് നമ്മൾ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഓരോരുത്തരും ഓരോ മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. ഞാനിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഗ്യാദേഴ്സ് ഇടാനുള്ള അത്രയും പോർഷൻ ഞാനൊന്ന് ടക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ. ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് അടിയിൽ ഇതുപോലെ ലൈൻ കൊടുത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡി പാർട്ട് കഴിഞ്ഞിട്ടുള്ള ലെങ്ത്തും പ്ലസ് 3 ഇഞ്ചും കൂടെ എക്സ്ട്രാ ചേർത്ത് സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അത് ലൈനിങ്ങിലേക്ക് ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇതിൽ ഫസ്റ്റ് ഞാൻ നല്ല മെറ്റീരിയലാണല്ലോ കട്ട് ചെയ്തത്. നമുക്ക് ലൈനിങ് ഫസ്റ്റ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിനി സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഞാനിവിടെ 24 ഇഞ്ച് ഇറക്കമാണ് സ്ലീവിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തു. അതിനുശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ക്യാൻവാസിൽ നെക്കിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു ബോക്സാക്കി മാർക്ക് ചെയ്തു. ഞാനൊരു വി സ്കാലപ്പ് നെക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വി ആയിട്ട് മാർക്ക് ചെയ്തു നെക്ക്. അതിനുശേഷം നമുക്കിതിൽ സ്കാലപ്പ് ചെയ്യാം. ഇതുപോലുള്ളൊരു വിക്സ് ഡെപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കാലപ്പ് ചെയ്തെടുക്കാം. സ്കാലപ്പിന് വേണ്ടിയിട്ടുള്ള സ്കെയിലൊന്നും കയ്യിലില്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ നെക്ക് ഇവിടെ റെഡിയായി. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ബാക്ക് പോർഷൻ ഞാൻ ഒരു റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. 3 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തും ഇട്ടിട്ട് ബാക്ക് നെക്കും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ക്യാൻവാസ് ഒരു അയൺ ചെയ്ത് എടുക്കാം.
ഗ്യാദേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അയൺ ചെയ്യുകയാണ് ഇവിടെ. 1/2 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബോഡി പാർട്ട് നമ്മൾ ഇതുപോലെ കേർവ് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ കേർവ് എല്ലാം ഫിനിഷ് ചെയ്ത് നമ്മൾ അടിച്ചതിന് ശേഷം ഞാൻ നെക്കാണ് ജോയിൻ്റ് ചെയ്യണത്. നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ബോഡി പാർട്ട് ജോയിൻ്റ് ചെയ്തിട്ട് നെക്ക് ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഞാനിപ്പോൾ ഇവിടെ നെക്കാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കാലപ്പ് ഞാൻ അടിച്ചു, നെക്ക് ചെയ്തു. നമ്മൾ സ്കാലപ്പൊക്കെ ചെയ്യുമ്പോൾ സ്പീഡ് കുറച്ച് വളരെ സ്ലോയിൽ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ലൈനിങ് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ്. വണ്ണം തീരെ കുറവായുള്ള കുട്ടിയായതുകൊണ്ട് ഞാൻ ലൈനിങ്ങിലും ചെറിയ ഗ്യാദേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല പീസും ലൈനിങ്ങും കൂടെ കൂട്ടി യോജിപ്പിക്കണം. ലൈനിങ്ങും നല്ല പീസും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബോഡി പാർട്ടിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാം. ഞാൻ തീരെ മെലിഞ്ഞ കുട്ടിയായതുകൊണ്ട് തന്നെ ബാക്ക് പോർഷനിലും ഇതുപോലെ ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തിട്ടാണോ ചെയ്യുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത് ബാക്കിലും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇതുപോലെ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ സ്കാലപ്പ് നെക്ക് റെഡിയായി. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ ക്യാൻവാസ് വെച്ച് ചെയ്യാം. ബാക്ക് പോർഷന് ബോഡി പാർട്ടും താഴത്തെ പാർട്ടും കൂടെ ഇതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്യാം. ഞാനിവിടെ സൈഡ് രണ്ടും ജോയിൻറ്റ് ചെയ്ത് അടിഭാഗം അടിച്ചതിന് ശേഷം മാത്രമാട്ടോ ഞാൻ സ്ലീവ് പിടിപ്പിച്ചത്. അതിനുശേഷം നമ്മൾ സ്ലീവ് ഇതുപോലെ മടക്കി അടിച്ച് സ്ലീവ് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യണം. അതിനുശേഷം സ്ലീവിൻ്റെ വണ്ണം അടിച്ച് ഫിനിഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് ഏതാണ്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ബിഗിനേഴ്സ് എല്ലാം ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യണേ.